guys, welcome back to my first video in this channel, Isrex Bongos. അപ്പോൾ ഞാൻ ഇവിടെ കളിക്കാൻ വന്നിരിക്കുന്നത് മൈൻക്രാഫ്റ്റ് സർവൈവൽ മോഡ് പാർട്ട് 1 ആണ്. അപ്പോൾ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഞാൻ ഇതിനകത്ത് കാണിക്കുന്ന എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതിന് കറക്റ്റായിട്ട് കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഗൈസ്, ആദ്യം തന്നെ ഇവിടെ ഒരു പന്നിയെ കണ്ട് ഇവനെ തന്നെ ആദ്യം അടിച്ചു വിടാം. ചാവർ ഇവനെ ഒന്നും കൊല്ലാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ ഗൈസ്, ഒരു നിമിഷം ഞാൻ ഇവനെ ഒന്ന് അടിച്ചു കൊല്ലട്ടെ. എന്റെ പൊന്നുമോനെ, നീ ഒന്ന് ചാവടാ. അപ്പൊ ഗൈസ്, ഫൈനലി ഞാൻ ഇവനെ അടിച്ചു കൊന്നിരിക്കുകയാണ്. ഇനി നമുക്ക് 2-3 പോയി മരം മുറിക്കാം ഗൈസ്. പക്ഷെ ഇവിടെ മരമൊന്നും ഇല്ലല്ലോ. ഇവനൊക്കെ എന്നെ എവിടാണ് സ്പോൺ ആക്കിയത്? നമുക്ക് അപ്പുറത്തെ സ്ഥലത്തോട്ട് പോയി നോക്കാം. യെസ് ഗൈസ്, ഇവിടെ മരമുണ്ട്. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് കുറച്ച് മരം മുറിക്കാം. റോസ് മരമൊക്കെ എന്നാടേ പൂക്കിയ? ഞാൻ ഇതുവരെയായിട്ട് ഈ റോസ് മരമൊന്നും കണ്ടിട്ടില്ല. നിങ്ങളിതൊക്കെ കണ്ടതാണ് ഗൈസ്. നിങ്ങളൊക്കെ ഒരു പ്രോ പ്ലേസ്, നമ്മളൊക്കെ രൂപമാണ്. നമ്മളൊക്കെ ബിഗിനർ പ്ലേയേഴ്സിലാ. നിങ്ങൾ മരമൊക്കെ മുറിച്ചിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് കുറച്ച് പ്ലാൻ ഉണ്ടാക്കണം, പിന്നെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കണം, പിന്നെ കുറച്ച് വെപ്പൺസും ഉണ്ടാക്കണം. അത് നമുക്ക് വേഗം പോയി ചെയ്യാം. അപ്പൊ നമ്മള് വെപ്പൺസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ പൊട്ടിച്ചെടുക്കാം. ഇപ്പൊ ഗൈസ്, നമുക്ക് ഇനി ആടിനെ കണ്ടുപിടിക്കാം. ഇവിടെ നമുക്ക് ലക്കുണ്ടല്ലോ. ഈ സാധനം ഇവിടെ ഉണ്ടോ? ഇവിടെ പോർട്ടൽ ഉണ്ടല്ലേ. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഇവിടെ ഒരു ചെസ്റ്റ് ഉണ്ട് ഗൈസ്. അപ്പൊ അതിനകത്ത് റൂട്ട് അടിക്കാം. അപ്പൊ ഗൈസ്, ദേനിക്കുന്നൊരു ആട്, ഇതിനെ കൊല്ലാം ഗൈസ്. എന്നിട്ട് നമുക്ക് ബെഡ് ഉണ്ടാക്കാം. അപ്പൊ ഗൈസ്, ഞാൻ ആടിനെല്ലാം കൊന്നിട്ടുണ്ട്. ഇനി എനിക്കൊരു ആടിനെ കൂടെ വേണം. എന്നിട്ട് നമുക്ക് ബെഡ് ഉണ്ടാക്കാം. ഓക്കെ ഗൈസ്, ഞാനിവിടെ ഒരു ആടിനെ കണ്ടു. അയ്യോ, പന്നമാത്മ നിൽക്കുന്ന ഗൈസ് ആട്. ഇവനെ കൊല്ലാം. അപ്പൊ ഗൈസ്, അവനെ നമ്മൾ കൊന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ബെഡ് ഉണ്ടാക്കാം. ഇവിടെ ക്രാഫ്റ്റിംഗ് പ്ലേസ് ചെയ്യാം. അപ്പൊ ഇനി നമുക്കൊരു ബെഡ് ഉണ്ടാക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ ബെഡ് ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ അങ്ങ് പൊട്ടിച്ച് കളയാം. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് പോയി ഈ ചെസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് ഈ ചെസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഗൈസിന് നല്ല സാധനങ്ങളാണുള്ളത്. 2 ഒബ്സീഡിയൻ ഉണ്ട്, അതുപോലെ തന്നെ ഒരു എൻചാൻറ്റഡ് ഗോൾഡൻ പിക്കാക്സും പിന്നെ 2 എൻചാൻറ്റഡ് ഷവറും ഉണ്ടായിരുന്നു. പിന്നെ എന്തോ ഒരു സാധനം ഉണ്ട്. അത് എന്തുവാന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് എന്തുവാണെന്ന് അറിയാമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്ത്. ഈ കാണുന്നൊരു ബെഡിന്റെ അപ്പുറത്ത് കിടക്കുന്ന ഒരു സ്റ്റോൺ കണ്ടോ? ഈ സ്റ്റോൺ ആണ്. ഇത് എന്തുവാന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതിന്റെ ഉപകാരം എന്തുവാന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തേലും ആണെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞതാ കേട്ടോ. നീ അറിഞ്ഞ ഞാൻ പെട്ടു. അയ്യോ അമ്മേ, ഓടിക്കാ. ഇവിടെ ഈ സാധനം ഇവിടെ ഇതന്നെ ഇവിടെ വന്ന് ഗൈസ്. വില്ലേജ് ഔട്ട് പോസ്റ്റ് എന്നല്ലേ പറഞ്ഞ ഈ സാധനം എവിടോ? ഇങ്ങോട്ട് നോക്കൂ ഗൈസ്. ഇതെന്തായത് ഇങ്ങനെ വന്ന് സ്പോൺ ആയത്? ഇവിടത്തെ ഇങ്ങനെ വരുന്നത് എന്റെ ഏത് പട്ടിക്കാട്ടിലാണ് കൊണ്ടോ ഇറക്കിയത് ഗൈസ്. നൈസായിട്ട് നമുക്ക് ഇവിടുന്ന് സ്കൂത്താവാം. അപ്പൊ ഗൈസിന് നമ്മുടെ അടുത്ത മിഷൻ എന്ന് പറയുന്നത് ഒരു വീട് പണിയാന്നാണ്. അപ്പൊ ഗൈസ്, ഇപ്പൊ നമുക്ക് അതിനായിട്ട് കുറച്ചുകൂടെ മരം വേണം. അപ്പൊ കുറച്ച് മരം പൊളിക്കാം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ മരമൊക്കെ പൊളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഘട്ട പരിപാടികളൊക്കെ ചെയ്യാം. ഓക്കെ ഗൈസ്, നമുക്ക് കുറച്ച് സ്റ്റോൺ വേണം. കാരണം വെച്ചാൽ വീടിനെ കുറച്ച് തറക്കല്ലിടണം. അതുപോലെ തന്നെ കുറച്ച് സ്റ്റോൺ ടൂൾസും വേണം. അപ്പൊ നമ്മൾ സ്റ്റോൺ ഇപ്പൊ മൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീടിനൊക്കെ തറക്കല്ലിടാം. ഓക്കെ, നമുക്ക് ഇനി വീടിന്റെ പരിപാടിയൊക്കെ ആരംഭിക്കാം. അപ്പൊ നമുക്ക് ഓരോ സ്റ്റോണായിട്ട് ഇങ്ങനെ വെച്ച് പോകാം. ആദ്യം തന്നെ തെറ്റിപ്പോയല്ലോ. ഓക്കെ, നമുക്ക് വെച്ച് തുടങ്ങാം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ വീടിൽ ഒരു ബേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് തറ വെത്തി തുടങ്ങാം. അപ്പൊ ഗൈസ്, തറയൊക്കെ കെട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നൈറ്റ് ആയി ഒന്ന് കിടന്നുറങ്ങാം ഗൈസ്. നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ആണ്. ഓക്കെ ഗൈസ്, രാവിലെ ആയിരിക്കുന്നു. ഇനി നമുക്ക് ബാക്കി പണികൾ തുടരാം. അപ്പൊ നമ്മുടെ തറ കെട്ടിക്കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മുടെ വോൾസ് സെറ്റാക്കാം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ വീടിന്റെ കുറച്ച് വോൾസ് സെറ്റ് ചെയ്തു. ഇനി നമുക്ക് മിറർ ഉണ്ടാക്കണം, മീൻസ് ഗ്ലാസ് ഉണ്ടാക്കണം. അപ്പൊ കുറച്ച് ഇത് വേണം, എന്താണ് സാൻഡ് വേണം. എന്നിട്ട് സാൻഡ് ഫർണസിൽ ഇട്ട് ഒരുക്കണം. അപ്പൊ നമുക്ക് പോയി സാൻഡ് മൈൻഡിട്ട് വരാം.
ഓക്കെ ഗൈസ്, ഇവിടെ സാധനം ഉണ്ട്. നമുക്ക് ഈ സാൻഡ് കുറച്ച് എടുക്കാം. അപ്പൊ ഗൈസ് നമുക്ക് ഇനി ഒരു ഫർണസ് ഉണ്ടാക്കാം. അതിനുശേഷം സാൻഡ് എടുത്തിട്ട് അതിനകത്തോട്ട് ഇട്ടിട്ട് ഉരുക്കാം. എന്നിട്ട് നമുക്ക് ഗ്ലാസ് എടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യമായിട്ട് അതിന് വേണ്ടി ഫർണസ് ഉണ്ടാക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ ഫർണസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഫർണസ് കൊണ്ട് ഇതിനകത്തുകൊണ്ട് പ്ലേസ് ചെയ്യാം. എന്നിട്ട് അതിനകത്തോട്ട് നമുക്ക് ഒരു പ്ലാങ്ക് ഫ്യൂവലിൻ്റെ എടുത്തു, പിന്നെ സാൻഡ് ഇൻപുട്ടിലും വെക്കാം. അന്നേരം റിസൾട്ടായിട്ട് ഗ്ലാസ് വരും. അപ്പൊ ശരി ഗൈസ്, അമ്മ നമുക്ക് ഗ്ലാസ് ഉണ്ടായിട്ട് കാണാം. ഓക്കെ, ഇനി നമുക്ക് ബാക്കി പരിപാടികൾ നോക്കാം. നമുക്ക് അതിനായിട്ട് അവിടെ വീടിന്റെ ഫ്രണ്ടിൽ വെക്കാം ഡോറ് വേണ്ടി. അപ്പൊ 2 ഡോർ ഉണ്ടാക്കാം. 2 അല്ല, ഞാൻ അവയത് 3 എടുത്തു ഗൈസ്. അപ്പൊ ഇനി നമുക്ക് ബാക്കി പണി ചെയ്യാം. ഓക്കെ, കുറച്ചുകൂടെ നമുക്ക് വീടൊന്ന് സെറ്റാക്കാം ഗൈസ്. അപ്പൊ നമുക്ക് ഇനിയും ഒരു മറ്റേ നമ്മളിപ്പോ ഉണ്ടാക്കിയ ഡോർ അങ്ങ് പ്ലേസ് ചെയ്യാം. വൗ, നൈസ്. ഇനി നമുക്കൊരു സ്റ്റെപ്പ് വേണ്ട കയറാൻ വേണ്ടി. ഒരു സ്റ്റെപ്പ് ഉണ്ടാക്കാം. ഓക്കെ ഗൈസ്, ഒരു 12 സ്റ്റെപ്പോ. എനിക്ക് പ്രാന്താണോടെ. സ്റ്റെപ്പ് ഇച്ചിരി കൂടിപ്പോയി ഗൈസ്. ഓ, തെറ്റിപ്പോയി. ഓക്കെ, നമുക്ക് 2 സ്റ്റെപ്പ് അവിടെ എടുത്ത് വെക്കാം. ഓ, ഈ സ്റ്റെപ്പൊക്കെ പൊട്ടിക്കാൻ വേണ്ടി എത്ര നേരം വേണ്ടി. ഓക്കെ, അപ്പൊ 2 സ്റ്റെപ്പ് പ്ലേസ് ചെയ്തു. അപ്പൊ നമ്മുടെ വീടിന്റെ പകുതി കാര്യങ്ങളല്ല, ഒരു ബേസിക് കാര്യങ്ങൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ആ ഗ്ലാസ് ആണ്. ആ ഗ്ലാസ് നമ്മള് ശരിയായി നോക്കാം. ഓക്കെ ഗൈസ്, നമുക്ക് 13 ഗ്ലാസ് കിട്ടിയിട്ടുണ്ട്. 13 ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. പ്ലസ് ഒരു ഗ്ലാസ് കൂടെ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ സാധനങ്ങളും എല്ലാം തിരിച്ചു വെക്കേ. ഇതെന്താ വീണ്ടും നിന്ന് അതെന്തിനാവട്ടെ. അപ്പൊ ഇനി നമുക്ക് ബാക്കി പരിപാടികളൊക്കെ നോക്കാം. അതിനൂടെ നമുക്ക് ഗ്ലാസ് ഒക്കെ വെക്കാം. ഓക്കെ ഗൈസ്, നമുക്ക് ഫസ്റ്റ് ഗ്ലാസ് പ്ലേസ് ചെയ്യാം. പക്ഷെ ഇങ്ങനെ എടുത്ത് ഗ്ലാസ് വെച്ചിട്ട് കാര്യമില്ലല്ലോ, ഇത് ബ്ലോക്ക് അല്ലേ. നമുക്ക് ഈ ഗ്ലാസ് പ്ലെയിൻ ആക്കാം. അതിനായിട്ട് 32 മിനിറ്റ്. ഓക്കെ. അപ്പൊ നമുക്ക് ഗ്ലാസ് പ്ലെയിൻ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലാസ് എടുത്തിട്ട് അവിടെ കൊണ്ട് പ്ലേസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഗ്ലാസ് വെച്ചു. ഓ, നൈസ്. ഇനി നമുക്ക് അതിന്റെ മണ്ടയ്ക്ക് അടുത്ത ഗ്ലാസ് വെക്കാം. അതങ്ങനെ വെക്കാൻ പറ്റത്തില്ലല്ലേ. ഓ, ഓക്കെ, നമുക്ക് ബാക്കി വെക്കാം. ഓ ഗൈസ്, നൈറ്റ് ആയിരിക്കും, നമുക്ക് കിടന്നുറങ്ങാം. ഓക്കെ, നമ്മൾ കിടന്നുറങ്ങിയിട്ടുണ്ട്. അപ്പൊ രാവിലെ ആയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം. പക്ഷെ അതിന് മുമ്പ് വുഡ് കണ്ടിട്ടുണ്ട്. കുറച്ച് വുഡ് പറക്കിയിട്ട് വരാം. അപ്പൊ ഗൈസ്, നമ്മൾ കുറച്ചുകൂടെ വുഡ് പറക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഈ ബാക്കി പണികൾ നമുക്ക് തുടരാം. ഗൈസ്, ഇത്രയും ചെയ്തു വന്നപ്പോഴത്തേക്ക് ഞാൻ ഈ ഗ്ലാസ് വെച്ച് ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയി. അത് നമുക്കൊന്നും ശരിയാക്കാം. അപ്പൊ ഗൈസ്, ഞാൻ വീട് മൊത്തം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ബാക്കി പരിപാടികൾ നമുക്ക് നോക്കാം. ഗൈസ്, ഇനി നമുക്ക് കൃഷി ചെയ്യണം. അതിനായിട്ട് നമുക്ക് സീഡ് വേണം. ഈ പുല്ല് പറിച്ച സീഡ് കിട്ടും. ഫസ്റ്റ് പുല്ലി തന്നെ സീഡ് കിട്ടി. അപ്പൊ ഇനി നമുക്ക് എല്ലാ പുല്ലും എടുത്ത് പറിച്ചു വെക്കാം. അപ്പൊ കുറച്ച് സീഡ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഗൈസ്, നമുക്കിനി തിരിച്ചു ഒരു ഹോയ് ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിളിൻ്റെ അവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ഹോയ് ഉണ്ടാക്കാം ഗൈസ്. ഇവിടെ അങ്ങാണ്ട് ഒരു ഹോ കിടപ്പുണ്ട്. ഓക്കെ, നമ്മളൊരു ഹോയ് ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. ഇനി ഇത് വെച്ച് നമുക്ക് കൃഷി ചെയ്യാം. ഗൈസ്, ഞാൻ ഈ വെള്ളത്തിനോട് ചേർന്ന സ്ഥലത്ത് കുറച്ച് ഈ സ്ഥലം ഈ ഹോയ് ചെയ്തെടുക്കുവാണ്. നമുക്ക് ഇവിടെ അങ്ങ് കൃഷി ചെയ്യാം. കാരണം വെച്ചാൽ ഇവിടെ വെള്ളം നേരിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് ബക്കറ്റ് ഒന്നുമില്ല, അങ്ങോട്ട് വെള്ളമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവിടെ അങ്ങ് കൃഷി ചെയ്യാം. ഇവിടെ അങ്ങ് നടാം. ഓക്കെ, സീഡ് എടുക്കുന്നു. സീഡ് എടുക്കാം. 7 സീഡുണ്ട് ഗൈസ്. അപ്പൊ നമുക്ക് സീഡ് വെച്ച് ഇവിടെ കൃഷി ചെയ്യാം. ഓക്കെ, കൃഷി ചെയ്തിട്ട് കാണാം. അപ്പൊ ഗൈസ്, 7 സീഡേ ഉള്ളായിരുന്നു. അതുകൊണ്ട് ഇത്രയും സ്ഥലത്ത് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ചുകൂടെ ഉണ്ടായിരുന്നു, നമുക്ക് ഇങ്ങോട്ടൊക്കെ നട്ടു വെക്കായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പരിപാടി നോക്കാം. ഓക്കെ ഗൈസ്, ഞാനിപ്പം ഒരു 3 സീഡൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ബാക്കി അത് അവിടെ കൊണ്ട് നട്ടിട്ട് വഴിയൊക്കെ മാറിപ്പോയി. ഓ, ചാടി ഗൈസ്, അവിടുത്തെ ബീറ്റ് ചെയ്യാൻ ഗൈസ്. ഞാൻ എന്ത് മണ്ടനാടി ഗൈസ്. എനിക്ക് മൈൻക്രാഫ്റ്റിനെ പറ്റിയൊന്നും അറിഞ്ഞൂടാ. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നില്ല. ഇത് ക്ഷമിച്ചേക്കണേ. 2 സീഡോടെ നല്ല സ്ഥലമുണ്ട്. ഇനിയും സീഡൊന്നും എടുക്കുന്നില്ല ഗൈസ്. അപ്പം ഇനിയിപ്പം നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യണം. കുറച്ച് കോള് വേണം ഗൈസ്. കോള്. അപ്പൊ ഇവിടെ എങ്ങനെ കോളുണ്ടോ നോക്കാം. ഒരു കോള് കിട്ടിയിട്ടുണ്ട് ഗൈസ്, വെള്ളത്തിനടിയില ഗൈസ്. അപ്പൊ നമ്മൾ കോൾ എടുക്കാണ് ഗൈസ്.
ഇതൊക്കെ മൈൻ ചെയ്യാൻ ഭയങ്കര പണിയാണ് വെള്ളത്തിനടിയിൽ. ഞാൻ 2-3 കോളുകൾ ഉണ്ടാക്കിയിട്ട് കാണാം. ഗൈസ് ടോട്ടലി ഇപ്പൊ നമുക്ക് 3 കോൾസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് വെച്ച് നമുക്ക് ടോർച്ച് ഉണ്ടാക്കാം. ഒരു കോളിന് ഏകദേശം 4 ടോർച്ച് ഉണ്ടാക്കാന്ന് എനിക്ക് തോന്നുന്നു. ഗൈസ് ടോർച്ച് ഉണ്ടാക്കുന്നതിന് മുമ്പ് എന്റെ വീടൊന്ന് എനിക്ക് സെറ്റ് ചെയ്യണം. എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കട്ടെ. സാധനങ്ങളൊക്കെ ഇത് മൊത്തം അവിടെ എവിടെയാണ് കിടക്കുന്നത്. അപ്പൊ ഇതൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കട്ടെ. അപ്പൊ ഗൈസിൽ എന്റെ കയ്യിലിരിക്കുന്ന 2-3 ചവറ് സാധനവും ഗൈസ് ഇതൊക്കെ വെക്കാൻ വേണ്ടി നമുക്ക് 2 ചെസ്റ്റ് ഉണ്ടാക്കാം. ഇനി ഇത് തുറന്നിട്ട് ഈ ചവറൊക്കെ അതിനകത്ത് കയറ്റി വെക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ ഈ ചവറ് സാധനങ്ങളെല്ലാം കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സംഭവങ്ങൾ ചെയ്യാം. അപ്പൊ ഗൈസിന് നമുക്ക് ടോർച്ചാണ് ഉണ്ടാക്കാനുള്ളത്. മീൻസ് വീട്ടിനകത്ത് വെളിച്ചം വേണ്ടേ. അപ്പൊ നമുക്കൊരു ടോർച്ച് ഉണ്ടാക്കാം. അപ്പൊ ഗൈസ് നമ്മൾ ടോർച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ വീട്ടിനകത്ത് ഇത് പ്ലേസ് ചെയ്യാം ഓരോ സ്ഥലത്തായിട്ട്. ഓക്കെ, നമുക്ക് ഇനിയും വീട്ടിനകത്തോട്ട് വെളിച്ചം വരട്ടെ. വീട്ടിലുള്ള അന്ധകാരം പൊട്ടി. അപ്പൊ വീട്ടിനകത്ത് വെളിച്ചം വന്ന സ്ഥിതിക്ക് ഇനി നമുക്ക് മേൽക്കൂര പണിയാം ഗൈസ്. അപ്പൊ നമ്മൾ കുറച്ച് വുഡായിട്ട് വെച്ചിട്ടുണ്ട്. ഓ മൈ ഗോഡ്, വുഡ് തരുന്നു ഗൈസ്. കുറച്ച് വുഡ് എടുത്തിട്ട് വരാം. ഓക്കെ ഗൈസ്, നമ്മൾ വുഡ് എടുത്തിട്ട് വന്നിട്ടുണ്ട്. അയ്യോ, വീണ്ടും വുഡ് തീർന്നു. ഈ എടുക്കാൻ പോകണം, എനിക്ക് വയ്യ. ഗൈസ് ഈ താനായിട്ട് ഒരു വുഡ് എടുത്തോട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിവിടെ കൊണ്ടുപോയി വെക്കാം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ വീടിന്റെ മേൽക്കൂര കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മുടെ കയ്യിലുള്ള വുഡും സാധനങ്ങളും എക്സ്റ്റെൻഡ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും വെക്കാം. അപ്പൊ ഇത് നമ്മുടെ വീഡിയോ ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അതിനു മുമ്പ് ഈ വീടിന്റെ വെളിയിൽ 2 ടോർച്ചൊക്കെ വെച്ചോട്ടെ. അപ്പൊ നമ്മുടെ വീട് ഇപ്പം സെറ്റ് ആയിട്ടുണ്ട് ഗൈസ്. അപ്പൊ ഇനി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്നിവിടെ ചെയ്ത ഈ ഫാമാണ്. ഈ ഫാമിനകത്തെ ചെടികൾ ഇച്ചിരി വളർന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ വീടും ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പൊ അടുത്ത വീഡിയോ ഇനിയും വേഗം തന്നെ വരുന്നതായിരിക്കും. ഈ വീഡിയോയ്ക്കകത്ത് ചെറിയ ലാഗുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടായിരുന്നു ഇതൊക്കെ ചെയ്ത്, അതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് സൗണ്ട് എഫക്ട്സ് ഒന്നും വന്നിട്ടില്ല. അതുപോലെ തന്നെ ഞാനിത് 2ാമതാണ് വോയിസ് ഓവർ ചെയ്തത്. അതുകൊണ്ട് എല്ലാ മിസ്റ്റേക്കും ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. അടുത്ത വീഡിയോ ഞാൻ ഇതിനേക്കാളും മെച്ചപ്പെടുത്താം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ദ നെക്സ്റ്റ് ടൈം.